സർ, പ്രമാദമായ ഇലന്തൂർ നരബലി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ യുക്തിവാദികൾ നേരത്തെ മുതൽ നൽകുന്ന അല്ലെങ്കിൽ നൽകാൻ ഉദ്ദേശിച്ച ഒരു ഹർജി ഉണ്ടായിരുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സർക്കാർ ഒരു നിയമനിർമ്മാണം നടത്തണമെന്ന്. അത് തന്നെ അവർ വീണ്ടും ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനൊരു പച്ചക്കൊടി കാണിക്കുകയാണ്. പക്ഷേ അതൊരു ഒരു ഒരു വലിയ തെറ്റിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് പേരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ ഉള്ള ഒരു സംഗതിയായിട്ട്, ഒരു ഹർജിയായിട്ട് മാറിയിരിക്കും. കാരണം ഈ നരബലി കേസിന്റെ കാര്യം അല്ലെങ്കിൽ നരബലി നടത്തുക എന്നുള്ള വിശ്വാസത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ഈ ഹർജിയിൽ അവർ ഉന്നയിച്ചിരിക്കുന്ന പല വിധത്തിലുള്ള അനാചാരങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ ഇതൊക്കെ ഇപ്പോഴും പാലിച്ചു പോരുന്ന ഒരു സമൂഹമുണ്ട്, ഒരു വിശ്വാസ സമൂഹമുണ്ട്. അപ്പോൾ സർക്കാർ അനാവശ്യമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതാണ് ഇത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പണ്ട് ആളുകൾ പറയുന്നത് പോലെ എത്ര കൈപൊള്ളിയാലും പഠിക്കുകയില്ല, കൈപൊള്ളിയാലും പഠിക്കാത്ത ചില രീതികളുണ്ട്. ചില സർക്കാരുകളുടെ ഒരു രീതിയാണത്. അവർക്ക് പല കേസുകള് മുൻപ് ഉണ്ടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായാലും വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ കുരുക്കിലേക്ക് ചാടുക. അത്തരം ഒരു പ്രതിസന്ധിയിലേക്കാണ് കേരള സർക്കാർ ചെന്ന് വീഴാൻ പോകുന്നതെന്ന് തോന്നുന്നു. മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇലന്തൂർ ഒരു നരബലി കേസ് ഉണ്ടായി. അത് കുറെ ആളുകളുടെ വിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ വിശ്വാസമാണ്, കുറെ പേരുടെ അവിശ്വാസമാണ്. അപ്പൊ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹർജി വന്നിരിക്കുന്നത്. അവിടുത്തെ യുക്തിവാദി സംഘമാണ്, കേരള യുക്തിവാദി സംഘമാണ് ഹൈക്കോടതി ഹർജി കൊടുത്തത്. ഹർജി കൊടുത്തപ്പോൾ നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി ആണ് അവിടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നത്, സർക്കാർ ഇതിനെക്കുറിച്ച് ആഭിചാരം, അന്ധവിശ്വാസം, കൂടോത്രം ഇത്തരമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് ഒരു നിയമനിർമ്മാണം നടത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഗവൺമെന്റ് ഒരു നിയമം ഇതിനകത്ത് കൊണ്ടുവരും. പണ്ട് ഇതുപോലെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോഴേ അന്ന് പറഞ്ഞത് ഇതിനകത്ത് ഭരണഘടനാപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, വിശ്വാസത്തെ അവിശ്വാസത്തെ വേർതിരിക്കാൻ ഒക്കുന്നില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞത് മാറ്റിവെച്ച ഹർജിയാണ്. അത് വീണ്ടും വരികയാണ്, കോടതിയുടെ പരിഗണന ആഗസ്റ്റ് 5 വീണ്ടും വരികയാണ്. അപ്പൊ ഈ ഹർജി വന്നപ്പോ തന്നെ ജഡ്ജിമാര് ചോദിക്കുന്നുണ്ട്, ഇതിനകത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഭരണഘടനാമായ പ്രശ്നം എന്താണെന്ന് സർക്കാരിനോട് ചോദിച്ചപ്പോൾ അതിന് ആഗസ്റ്റ് 5 മറുപടി നൽകാം, നമുക്ക് എന്താണ് ഇതിനകത്ത് സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. മന്ത്രിസഭ ഇത് പരിഗണിക്കുമെന്നാണ് പറയുന്നത്. ഒരു ബില്ലായിട്ടോ മറ്റേത് മന്ത്രിസഭ പരിഗണിച്ച ശേഷം ഇതിനെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യം പരിഗണിച്ചിട്ട് ആഗസ്റ്റ് 5 കേസ് പരിഗണിക്കുന്ന സമയത്ത് അതിന് പുതിയ സത്യവാങ്മൂലം കൊടുക്കാമെന്നാണ് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഹൈക്കോടതി ബോധിപ്പിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞില്ലേ, ഈ വിശ്വാസങ്ങളെയും ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കുറെ ആളുകൾക്ക് അത് വിശ്വാസമായിരിക്കാം, അതിനവർക്ക് ഫോളോവേഴ്സ് ഉണ്ട്, ധാരാളം അനുയായികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങളിൽ അവരെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ അതിനെ നമുക്ക് നിയമം കൊണ്ടൊന്നും എതിർക്കാനൊക്കത്തില്ല. ഒരു നിയമവും ചട്ടക്കൂടും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത്തരം കാര്യങ്ങളെ നമുക്ക് എതിർക്കാനൊക്കെ പോകും. അതൊന്നും ചെയ്യാനൊക്കുന്ന കാര്യങ്ങളല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതറ്റം വരെ പോകും. പിന്നെ ഇതിനകത്ത് ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നത് വല്ല ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ, അത്തരം വല്ല കാര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഇടപെടാവുന്നുള്ളതേ ഉള്ളൂ. അത്തരം കാര്യങ്ങളിലെ ഗവൺമെന്റ് ഇടപെടാനുള്ള അധികാരം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടാകാം. അതല്ലാതെ കേരളത്തിൽ എന്തെല്ലാം ആചാരങ്ങളും, അതിനെ നമ്മൾ പറഞ്ഞില്ലേ, ചിലർക്ക് അത് ആചാരമാകാം, ചിലർക്ക് അത് അനാചാരമാകാം. കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് അനാചാരങ്ങൾ പലതും ആചാരങ്ങളുമായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് കേരളത്തിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാമെന്ന് തോന്നുന്നു. നമ്മള് പറഞ്ഞില്ലേ, തേങ്ങ ഉടയ്ക്കുക ഹിന്ദു ആചാരപ്രകാരമാണെങ്കിൽ ഒരു നമ്മളെ എതിരാളിയെ നിഗ്രഹിക്കുന്നതിനോ എന്തെങ്കിലും നാശം വരുത്തുന്നതിനോ ഒക്കെ തേങ്ങയ്ക്കകത്ത് കൂടോത്രം ചെയ്യുക, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തേങ്ങയ്ക്കകത്ത് നാളികേരത്തിനകത്ത് കൂടോത്രം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ തേങ്ങയ്ക്ക് വലിയ വില കൂടുതല, അതുകൊണ്ട് ഇപ്പൊ ഗണപതി കടിക്കാൻ പോലും തേങ്ങ കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. തേങ്ങയ്ക്കാണ്ട് 100 രൂപ എത്തി 1 കിലോയ്ക്ക് എന്നാണ് കേൾക്കുന്നത്. അപ്പൊ തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ അവിടെ തല പൊട്ടിത്തെറിച്ച് അയാൾ മരിച്ചു പോകും. നമ്മളൊരു സിനിമയ്ക്കകത്ത് കണ്ടത്, ജഗതി ശ്രീകുമാർ ഒരു ദുർമന്ത്രവാദം ചെയ്യുന്ന കുടുംബത്തിൽ എന്തോ ഒരു ദുർമന്ത്രവാദം നടക്കുകയാണ്. സിനിമ ഏതാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതിനകത്തിൽ ഒരു സിനിമ, ഇതിനകത്തില് നാളികേരം ഉടച്ചാണ് അതിനകത്തിൽ ഈ കൂടോത്രം ചെയ്യുന്നത്. നാളികേരം ഉടച്ച് മന്ത്രവാദി അത് അടിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഈ കൂടോത്രം ചെയ്ത ആളിന്റെ തല പൊട്ടിത്തെറിക്കും. അതാണ് അതിനകത്തിലെ ആ സന്ദർഭം വരുന്നത്. സിനിമ കൃത്യമായിട്ട് എന്റെ മനസ്സിൽ ഇപ്പൊ വരുന്നില്ല. ആ സമയത്ത് നെടുമുടി വേണുവാണ്
എന്തോ മിഥുനം നെടുമുടി സിനിമ. വേണുവാണ്. മിഥുനം സിനിമയിൽ, അതെ, കറക്റ്റ് മിഥുനം സിനിമയിലാണ്. അപ്പൊ നെടുമുടി വേണുവാണ് മന്ത്രവാദിയായിട്ട് നിൽക്കുന്നത്. ഇന്നസെന്റ് അളിയനോ മറ്റോ ആണ്. ഇന്നസെന്റിന്റെ തല പൊട്ടിത്തെറിക്കും. ഇതൊക്കെയാണ് അതിനകത്തില് ഇന്നസെന്റ് ആ ചെയ്തെന്നുള്ള മട്ടിലാണ് ഈ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ജഗതി ശ്രീകുമാർ ഇങ്ങനെ വലിയ മന്ത്രം ഇങ്ങനെ ചൊല്ലി വരികയാണ്. അപ്പൊ കുറെ നേരം എന്താ മന്ത്രം ചൊല്ലി കഴിഞ്ഞപ്പോ അസ്വസ്ഥനാകുന്നുണ്ട് നെടുമുടി വേണു സോറി, പിന്നെ ജഗതി ശ്രീകുമാർ. പിന്നെ ജഗതി പറഞ്ഞ മന്ത്രവാദി പെട്ടെന്ന് പറ അടിക്ക് മന്ത്രവാദി തേങ്ങ അടിക്കെന്ന് പറയുന്നുണ്ട്. ഉടനെയാണ് മന്ത്രവാദി എന്തോ ക്ഷയോ എന്നൊക്കെ പറഞ്ഞ് 3-4 മന്ത്രങ്ങളൊക്കെ ചെല്ലുമ്പോ അപ്പൊ ജഗതി പെട്ടെന്ന് പറയുന്നത് കേട്ടോ, മന്ത്രവാദി പറയുന്നത് കേട്ടോ, അയാൾ ക്ഷയം പിടിച്ച് മരിച്ചു പോകുന്നതാണ് ഇങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ വിവരം. ഞാൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്ന ആളുകളുടെ ബോധം ഇതാണ്. അപ്പൊ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. അവരെന്ത് വേണേ ചെയ്തോട്ടെ, അവരെന്ത് കൂടോത്രം ചെയ്യോ. പിന്നെ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുണ്ട്, തിരുവിതാംകൂറിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ചുട്ട കോഴിയെ പറപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് ചെന്നിട്ട് മറ്റേ ചെയ്ത ആളിനെ പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയാം. അങ്ങനെ ആചാരങ്ങൾ വരെയുണ്ട് കേട്ടോ. ഇത് ഈ ആചാരങ്ങളായി ചില ക്ഷേത്രങ്ങളിൽ അത്തരം വഴിപാടുകൾ വരെ നടക്കാറുണ്ട്. അത്തരത്തിലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മൾക്കൊന്നും അവരെ നന്നാക്കാനോ ശരിയാക്കാനോ ഒക്കത്തില്ല. അതേപോലെ തന്നെ ചില ക്രിസ്ത്യൻ ആചാരങ്ങളിലും നമുക്ക് ഇത്തരം ചിലത് കാണാൻ പറ്റും. ഇപ്പൊ ആലപ്പുഴയിൽ നിന്ന് കുറച്ച് ഒരു 5-6 കിലോമീറ്റർ വടക്കോട്ട് മാറി ഒരു ആരാധനാലയമുണ്ട്. അവിടെ എന്തൊരു തിരക്കാണ് അവിടെ നിന്നറിയോ? അവിടെ ഒരു പത്രമാണ്, കൃപാസനം എന്ന് പറയുന്ന ഒരു പത്രമാണ്. ആ പത്രം ഉപയോഗിച്ച് അതിനകത്തിന് ഒരുപാട് അത്ഭുത സിദ്ധികളുള്ള പത്രമാണെന്നാണ് പറയുന്നത്. അവർ അച്ചടിച്ചിറക്കുന്ന ഒരു പത്രമാണ്. ആ പത്രം ഉപയോഗിച്ച് അതിലിരുന്ന് കഴിഞ്ഞാല്, പിന്നെ അതിന്റെ ഭസ്മം കഴിച്ചു കഴിഞ്ഞാല് ഉണ്ടാകുന്ന ഒരുപാട് അത്ഭുത ഗുണങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന വലിയ അത്ഭുത സിദ്ധികൾ ഉണ്ടാകുമെന്നാണ് അവർ വിശ്വാസികൾ. എല്ലാവരും ഇത് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ല, അവിടെ വരുന്ന ആളുകൾ മുഴുവൻ വിശ്വസിക്കുന്നുണ്ട്. അവിടെ 100 ആയിരക്കണക്കിന് വിശ്വാസികളാണ് വരുന്നത്. ഇന്നിപ്പോ ആലപ്പുഴ ജില്ലയുടെ ഈ കുറച്ച് വടക്കോട്ട് മാറിക്കിടക്കുന്ന ഈ സ്ഥലത്തിന് അവിടുത്തെ സാമ്പത്തിക അഭിവൃദ്ധി ഒന്ന് കണ്ടു നോക്കണം. ഒരുപാട് ഹോട്ടലുകളും പിന്നെ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ആയിട്ട് വലിയൊരു ടൗൺഷിപ്പായിട്ട് അത് മാറിയിട്ടുണ്ട്. അത് ധാരാളം ആളുകൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവരത് വിശ്വസിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണല്ലോ നന്നായിട്ട് നടന്നു പോവുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ പെന്തക്കോസ് സഭക്കാരുണ്ട്. പെന്തക്കോസ് സഭക്കാരുടെ ഇതേപോലെ തന്നെയാണ്. അവിടെ പ്രാർത്ഥിക്കുന്ന ആളെ കയ്യിലെ കൊണ്ട് തലയിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ ഇവരിങ്ങനെ വിറച്ച് മറിഞ്ഞു വീഴുന്നുണ്ട്. എല്ലാ ആളുകളെയും അദ്ദേഹത്തിന്റെ ഒരു വിരൽ കൊണ്ട് തൊട്ട് കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ വിറച്ച് തലയിലേക്ക് മറിഞ്ഞു വീഴുക. അതേപോലെ തന്നെ ദൂരെ നിൽക്കുന്ന ഒരാളിന് രോഗശാന്തി ശുശ്രൂഷകളുണ്ട് ഇവർക്കൊക്കെ. ദൂരെ നിൽക്കുന്ന ആൾക്കൂട്ടത്തിലെ ഒരാളിന് അയാളുടെ മിക്കവാറും ഒരു ഷർട്ടിന് വ്യത്യാസം ഉണ്ടാവും. ആ കൂട്ടത്തില് ഏതെങ്കിലും ഒരു കളർ വ്യത്യാസമുള്ള ഷർട്ട് നിൽക്കുന്ന ആളെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അയാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, അതാ ആ സഹോദരന് മാരകമായ അസുഖമാണ്, അദ്ദേഹത്തിന് ക്യാൻസർ ആണ്, അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും അസുഖമാണെന്ന് നമ്മുടെ കർത്താവ് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ പെട്ടെന്ന് സ്റ്റേജിലേക്ക് വിളിപ്പിക്കും. എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കും. ഇയാളുടെ തലയിൽ കൈവന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് ക്യാൻസർ, പിന്നെ അങ്ങനെയൊക്കെയുള്ള മാരകമായ അസുഖം, മെഡിക്കൽ സയൻസിന് ചെയ്യാൻ കഴിയാത്തതെല്ലാം പെട്ടെന്ന് മാറുന്നതാണ്. അതേപോലെ മരിച്ച ആളിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ. അതുപോലെ പിന്നെ കർത്താവ് മലയാളത്തിൽ സംസാരിച്ചു. ഇതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്നോട് മലയാളത്തിൽ സംസാരിച്ചു എന്നാണ് പറഞ്ഞിട്ട് അതിന്റെ കമന്ററി കേട്ടിട്ടുള്ള വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. ഇതിനെയൊന്നും നമുക്ക് നിയന്ത്രിക്കാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാനോ പറ്റുന്നില്ല. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലെ ജിന്നുകളെ ആവാഹിക്കുക. ജിന്നുകളെ ആവാഹിച്ച ശേഷം ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവര്. അതേപോലെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് വരുന്ന ചാത്തൻ മഠങ്ങൾ പണ്ട് ഇഷ്ടം പോലെ പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടാണ്, ഇപ്പോഴും ഉണ്ട് അവര്. ഒരുപാട് കുട്ടിച്ചാത്തന്റെ സേവ, അനുഗ്രഹങ്ങൾ കിട്ടുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞു. ഈ അടുത്ത സമയത്ത് ഒരു വിവാദം ഉണ്ടായി അവിടെ. പക്ഷെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവയാണ് കേട്ടോ. ചാത്തൻ മഠങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവയാണ്. അതുകൊണ്ടാണല്ലോ അവിടെ അങ്ങനെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ അടുത്ത സമയത്ത് വേറൊരു കേസ് അവിടെ ഉണ്ടായി. അതിന്റെ പേരിൽ ആരോ സംഭവങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവനെ കൊണ്ട് സ്വയം പരിഹാരം കണ്ടെത്താതെ വരുമ്പോഴേ ശാസ്ത്രത്തെ ഒന്നും ആശ്രയിക്കാതെ അവർ ഇത്തരം തന്നെ ആളുകളുടെ ചെന്ന് വീഴും. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നില്ലേ, അതിനെ നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയാം, അല്ലെങ്കിൽ ഇവർ ആഭിചാരങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ദുർമന്ത്രവാദം ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിന്റെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഇവർ പറയും. അപ്പൊ ഒരു ആശ്വാസം തേടി പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ഇവരുടെ വലയിൽ ചെന്ന് വീഴുകയും ചെയ്യും.
ഇവിടെയാണ് നമ്മുടെ സർക്കാർ ശ്രദ്ധിക്കേണ്ടത്. സർക്കാർ ഇവിടെ എന്ത് നിയമം ഉണ്ടാക്കും? ഇത്തരം ആളുകളെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോ ഇത്തരം പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും എന്ത് പരിഹാരം ഉണ്ടാക്കും? ഇത് സയൻസ് കൊണ്ട് പഠിക്കേണ്ടതാണ്, ശാസ്ത്രബോധം നിങ്ങൾക്ക് ഉണ്ടാകണം എന്നൊക്കെ പറയാമെന്നുള്ളതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനകത്ത് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകണം. ഒരു ക്രിമിനൽ ആക്ടിവിറ്റി, ഇപ്പൊ ഇരന്തൂർ കേസിനകത്താണെങ്കിൽ ഒരു ക്രൈമാണത്, ആളുകളെ കൊന്ന കേസാണിത്. അവിടെ എന്ത് വിശ്വാസം പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അവർ ശിക്ഷ അർഹിക്കുന്ന ആളുകളാണ്. അവരെ ശിക്ഷിക്കപ്പെടണം. അങ്ങനെ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർ വന്നിട്ട് ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നു, ക്രമസമാധാനത്തിന് എന്തെങ്കിലും ഭംഗം ഉണ്ടാക്കുന്നു, ആ സമയത്ത് നമുക്ക് നിയമം കൊണ്ട് നേരിടാവുന്നതല്ലാതെ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും കൈകൊള്ളാൻ പോവുകയാണ് സർക്കാർ, വീണ്ടും കൈകൊള്ളുകയാണ്. ഇപ്പൊ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ, വളരെ മികവാർന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഏതാണ്ട് സർക്കാർ ഏതാണ്ട് ഒരു നല്ല രീതിയിലൊക്കെ ആയി വരികയാണ്. അതൊക്കെ ഏതാണ്ടൊക്കെ ഇങ്ങനെ തിളച്ച വെള്ളയിൽ കൈ നിൽക്കുന്ന അവസ്ഥയിലേക്ക് സർക്കാർ വരികയാണ്. അതിനിടയിലാണ് ഇപ്പൊ ഈ കേസ് കൂടെ വരാൻ പോകുന്നത്. ശബരിമല സംഭവങ്ങൾ രാഷ്ട്രീയക്കാർ ഓർക്കുന്നുണ്ടാകും, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ അത് ഓർക്കുന്നുണ്ടാകും. സുപ്രീം കോടതി ഒന്നും പറഞ്ഞില്ല. സുപ്രീം കോടതി പറഞ്ഞത് അവിടെ യുവതികൾക്ക് പോകണമെങ്കിൽ പോകട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ അവിടെ പുരുഷവേഷം കെട്ടിച്ച് യുവതിയുടെ പാതിരാത്രിക്ക് പോലീസിന്റെ അകമ്പടിയോടെ കൊണ്ടുപോകണമെന്നൊന്നും ആരും പറഞ്ഞില്ല. ഒരു കോടതി അങ്ങനെ ഉത്തരവിട്ടില്ല. എന്ത് പറ്റി? അവിടെ അത്തരം ചില നാടകങ്ങളൊക്കെ നടത്തി യുവതികളെ ശബരിമല സന്നിധാനത്ത് എത്തിച്ചു. അവസാനം സർക്കാരിന്റെ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് സർക്കാർ പോവുകയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നു ചേരും. അതുകൊണ്ട് വിശ്വാസങ്ങളെയും, നമ്മളെ വിശ്വാസമെന്നോ അവിശ്വാസമെന്നോ അന്ധവിശ്വാസമെന്നോ എന്ത് വേണേ പറ, അതിനെ അതിന്റെ വഴിക്ക് വിട്ടേര്. അങ്ങനെയൊക്കെ ആളുകളെ ഒന്നും നമുക്ക് നന്നാക്കി എടുക്കാൻ ഒക്കുകയില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. യെസ്, എന്തായാലും ഇലന്തൂർ കേസിൽ യുക്തിവാദികൾക്ക് അനുകൂലമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ ആരെയും നന്നാക്കി എടുക്കാൻ നമുക്ക് സാധിക്കില്ല, വിശ്വാസങ്ങളെ അതിന്റെ പിറകെ വിടുക എന്നുള്ളതാണ്. പക്ഷെ നരബലി പോലെയുള്ള വിശ്വാസത്തിന്റെ പേരിൽ നരബലി പോലെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന പ്രതികൾക്കെതിരെ കൃത്യമായ തക്കതായ ശിക്ഷ നൽകണം എന്നുള്ളതാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സാർ.